നല്ല ഉഷാറ് വൈബിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഹാങ് ഔട്ട് ചെയ്ത് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്പോട്ട് വിത്ത് നല്ല ഫുഡ്. തൃശ്ശൂർ ടൗണിൻ്റെ ട്രാഫിക്കൊക്കെ മാറിയിട്ട്. എവറിത്തിങ് ബിഗിൻസ് വിത്ത് എ കപ്പ് ഓഫ് ടീ. ഇത് കാണുമ്പോൾ നിങ്ങൾ പൂരിയാണെന്നാണോ വിചാരിച്ചത്? എന്നാൽ അതല്ല. ബീഫ് പള്ളിക്കറിയും നെയ്പ്പത്തൽ. നമുക്കങ്ങനെ തൃശ്ശൂർ നെയ്പ്പത്തൽ അങ്ങനെ കിട്ടാറില്ല. നമുക്ക് കോഴിക്കോട് ആ ഭാഗത്തൊക്കെ പോകുമ്പോഴാണ് നെയ്പ്പത്തൽ അധികം കിട്ടാറുള്ളത്. സോ നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. കൊള്ളാം. നല്ല ഉഷാറ് ബീഫാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളിക്കറി എന്ന് പറയുന്ന സംഭവം കഴിക്കുന്നത്. സംഭവം കൊള്ളാം. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി, അത്യാവശ്യം നിറയെ മസാലയുള്ളൊരു ഫീലുണ്ട്. എന്തായാലും പള്ളിക്കറി കൊള്ളാം. പള്ളിക്കറിയും പത്തലും. നമ്മളെ വെജ് ഫുഡ് കഴിക്കുന്നില്ല എന്നുള്ള പരാതി ഉണ്ട്. ആർക്കെങ്കിലുമൊക്കെ എൻ്റെ 100ഓളം ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്ത്. അമ്മയാണെങ്കിൽ നോൺ വെജ് കഴിച്ചില്ലെങ്കിൽ ചീത്ത പറയുകയും ചെയ്യും. നമുക്കൊരു വെറൈറ്റിക്ക് കുറച്ചധികം സോസുള്ള ചില്ലി ഗോബി കഴിക്കാം. അല്ല, ചില്ലി ഗോബി അല്ല, അതിനെന്താ പേര് പറഞ്ഞു? ചില്ലി ഗോബി കഴിച്ചു നോക്കാം. വെജ് എനിക്കിഷ്ടമല്ല. സീന ചൂട് ചൂട് എപ്പോഴും ഉണ്ടാവുക അതിനനുസരിച്ചിട്ട് ഉണ്ടാവില്ലേ? കുറച്ചധികം വിളിക്കാം ചൂട്. ശരി ഓക്കെ സാർ. പിന്നെ ഭയങ്കര മധുരം. അതല്ലെങ്കിലും നോൺ വെജ് കഴിച്ച് ശീലിച്ച ടേസ്റ്റ് ബഡ്സിന് നമ്മൾ വെജ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ്. നമ്മളൊരു കുഴി കുത്തുന്നു. ഇതിലോട്ട് നമ്മൾ കുറച്ച് ലേശം പള്ളിക്കറി ഒഴിക്കുന്നു. എന്നിട്ട് ഇതിൽ നല്ലൊരു പീസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. കുറച്ച് പിച്ചെടുക്കുന്നു. പുട്ടിൻ്റെ ഉള്ളിൽ മിക്സ് ചെയ്യുന്നു. മിക്സ്. ഒരു പപ്പടത്തിൻ്റെ കുറവുണ്ട്, പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സെറ്റ് ഉഷാറ് സാധനം. ഈ പള്ളിക്കറി നെയ്പ്പത്തലിനെക്കാട്ടിലും കോമ്പിനേഷൻ എനിക്ക് ഫീൽ ചെയ്തത് പുട്ടുമായിട്ടാണ്. പുട്ടിൻ്റെ കൂടെ നന്നായിട്ട് അത് സിങ്ക് ആവുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ബ്രെഡും സ്റ്റ്യൂവും. ഞാൻ ആദ്യമായിട്ടാണ് ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ജോജി ചേട്ടൻ പറഞ്ഞു കേട്ട് അറിവ് മാത്രമേ എനിക്ക് ഈ രണ്ട് കോമ്പിനേഷൻ ആയിട്ടുള്ളൂ. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ. നമ്മൾ പുട്ടും പള്ളിക്കറിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സിങ്കായില്ല. പുട്ടും സ്റ്റ്യൂവും ഒരു വെറൈറ്റി അപ്രോച്ച് ചെയ്തിട്ടുണ്ടാകും. പുട്ട് ഇതിൻ്റെ അടുത്തേ സിങ്കാവുള്ളൂ. ബീഫിൻ്റെ കൂടെ പൊറോട്ട വെച്ചില്ലെങ്കിൽ ഒരു ഫിനിഷിങ് ടച്ച് ഉണ്ടാവില്ല. നമ്മൾ അതിനു വേണ്ടി മാത്രം ഒരു പൊറോട്ട വാങ്ങിച്ചിരിക്കുന്നു. പൊറോട്ട ബീഫ് ചായ. നമ്മൾ അവസാനം എല്ലാപ്പോഴത്തെയും പോലെ മധുരം കഴിച്ച് അവസാനിപ്പിക്കുന്നു.